കൊല്ലം ബാർ അസോസിയേഷൻ ആരംഭിച്ച തുടർ നിയമ പഠന കേന്ദ്രമായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അക്കാദമിയുടെ ഉദ്ഘാടനവും ജസ്റ്റിസ് ഫാത്തിമ ബീവി ഛായാചിത്രം അനാച്ഛാദനവും ബാർ അസോസിയേഷൻ ഹാളിൽ നടന്നു. കൊല്ലം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് NV രാജു ഉദ്ഘാടനം ചെയ്തു. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജ് കൊല്ലം ബാറിൽ നിന്നാണ് എന്നത് കൊല്ലത്തെ അഭിഭാഷകർക്ക് എക്കാലവും പ്രചോദനമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്ക് കഴിവിന് കുറവൊന്നുമില്ല, എല്ലാ രംഗത്തേക്കും അവർക്ക് ഉയർത്തുവരാൻ സാധിക്കും. വലിയ ആളുകൾ പക്ഷെ ഇതൊരു സാമൂഹ്യ മാറ്റമാണ്. അപ്പൊ ഈ സാമൂഹ്യ മാറ്റത്തിനനുസരിച്ച് കുടുംബങ്ങളിൽ കാഴ്ചപ്പാടുകൾ മാറിയില്ലെങ്കിൽ ആ കാഴ്ചപ്പാടുകൾ മാറാത്തതുകൊണ്ടാണ് ഇപ്പം ഈ മാറ്റം സാമൂഹ്യ മാറ്റത്തിൽ തുടർന്ന് കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും ഭിന്നതകളും അന്തചിന്തകളും ഉരുവെടുക്കാനുള്ള കാരണമുണ്ടാകും. ഈ സാമൂഹ്യ മാറ്റം വരുന്ന നമ്മളെ പഠിപ്പിക്കേണ്ടത് ഈ സ്ത്രീ പുരുഷ സമത്വമൂന്നിയ ബന്ധത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. ഒരിക്കലും സ്ത്രീകൾക്ക് തനിച്ച് നിലനിൽക്കാൻ പറ്റില്ല, പുരുഷനും ഒരിക്കലും തനിച്ച് നിലനിൽക്കാൻ പറ്റില്ല, സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റില്ല, പരസ്പര ഐക്യത്തോട് മാത്രം നിലനിൽക്കാൻ പറ്റും. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓച്ചിറ N അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് AK മനോജ്, കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജ് പ്രസന്ന ഗോപൻ, ജില്ലാ സർക്കാർ വക്കീൽ അഡ്വക്കേറ്റ് വിളയിൽ രാജീവ്, ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് P സജീവ് ബാബു, അഡ്വക്കേറ്റ് കൊട്ടിയം ജയൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അഭിഭാഷകരുടെയും ക്ലർക്കുമാരുടെയും മക്കൾക്ക് ബാർ അസോസിയേഷൻ മൊമന്റോകൾ നൽകി അനുമോദിച്ചു.